പുതിയ ആൻഡ്രോയിഡ് 12 സോഫ്റ്റ്വെയർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പം റിയൽമി GT എന്ന ഫോണിലെ ആൻഡ്രോയിഡ് 12 ബീറ്റ 1 അപ്ഡേറ്റ് ലഭിക്കുമെന്നുള്ള കാര്യം റിയൽമി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിയൽമി ഇന്ത്യയുടെ ട്വിറ്റർ പേജിൽ റിയൽമി ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ പറയുന്നത് റിയൽമി GT എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 12 ബീറ്റ 1 അപ്ഡേറ്റ് ലഭിക്കുന്ന ആദ്യത്തെ ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡ് റിയൽമി ആയിരിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ റിയൽമി GT എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് റിയൽമി തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. റിയൽമി GT എന്ന ഫോൺ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി GT എന്ന ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഏകദേശം 1000 നിറ്റ്സ് വരും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ ഏകദേശം 91.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയുമായിട്ടായിരിക്കും റിയൽമി GT എന്ന ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 186 ഗ്രാം ആയിരിക്കും. അപ്പോൾ അധികം വെയിറ്റ് കൂടിയൊരു ഫോണൊന്നും ആയിരിക്കില്ല റിയൽമി GT എന്ന ഫോണ്. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് 8.4 mm ആയിരിക്കും വരിക. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും വരിക. പിന്നെ ചൈനയിൽ ഈ ഫോണിൻ്റെ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന ഒരു വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെർഷന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനുള്ള ക്യാമറ മോഡ്യൂളായിരിക്കും വരിക. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണ് സ്നാപ്ഡ്രാഗൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ LPDDR5 റാം വരും. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ വരുന്നതായിരിക്കും. ചൈനയിൽ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏതൊക്കെ വെർഷൻസ് ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരില്ല. ഇപ്പം പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ മിസ്സിംഗ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് 3.5 mm ഓഡിയോ ജാക്ക്. എന്നാൽ ഈ ഫോണിൽ അങ്ങനെ ആയിരിക്കില്ല. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരും മെമ്മറി കാർഡ് സ്ലോട്ട് വന്നിട്ടില്ലെങ്കിലും. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 64 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി IMX682 സെൻസർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരും. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരിക 119 ഡിഗ്രി ആയിരിക്കും. പിന്നെ മൂന്നാമത് 2 MP ഒരു മാക്രോ ലെൻസ് ആയിരിക്കും വരിക. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വരും. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററി വരുന്നതായിരിക്കും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നത് ഏകദേശം 31,400 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ മിക്കവാറും MI 11X Pro അതുപോലെ തന്നെ iQOO 7 Legend എന്നീ 2 ഫോണുകൾക്ക് കോമ്പറ്റീഷനായിട്ട് വരാനാണ് സാധ്യത. ആ 2 ഫോണുകളും വരുന്നത് 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഈ ഫോൺ ഒന്നുകിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോൺ 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റിയൽമി GT എന്ന ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചൈനയിൽ ലോഞ്ച് ചെയ്ത മറ്റൊരു ഫോണാണ് റിയൽമി GT Neo എന്ന ഫോൺ. ഈ ഒരു ഫോണും ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ ഇന്ത്യയിൽ റിയൽമി X7 Max എന്ന പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ശരിക്കും ഈ ഫോൺ May 4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യേണ്ടിയിരുന്ന ഫോണാണ്. പക്ഷേ ഇപ്പോഴുള്ള COVID-19 സിറ്റുവേഷൻ കാരണം ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കായിരുന്നു. പിന്നെ റിയൽമി GT Neo എന്ന ഫോൺ വേറൊരു പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിയൽമി GT എന്ന ഫോണും വേറൊരു പേരിൽ ലോഞ്ച് ചെയ്യുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും സാധ്യത കൂടുതൽ റിയൽമി GT എന്ന പേരിന് തന്നെയാണ്. കാരണം ആ ഒരു ട്വിറ്റിൽ #റിയൽമി GT എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി X7 Max എന്ന ഫോണ് അവർ വീണ്ടും ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പം ഈ ഒരു ഫോണ് റിയൽമി X7 Max എന്ന ഫോണിൻ്റെ കൂടെ ലോഞ്ച് ചെയ്തേക്കാം. എന്നാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.